ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മന്തിയാണ് കേട്ടോ. ഒരു ഉടായ്പൊരു മന്തി അങ്ങനെ പറയാം. 15 മിനിറ്റുള്ള ഉടായ്പ മന്തി. പക്ഷേ എനിക്കിന്നൊരു പണി പാളി എന്ന് വെച്ചാൽ നമ്മൾ അരി വാങ്ങിയത് ഒരു ഓഫറിൽ വാങ്ങിയായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഓഫറിന് വാങ്ങിയതായിരുന്നു. ബസുമതി അരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറിൽ വാങ്ങിയായിരുന്നു. വെറും 59 രൂപ കിലോന്. അങ്ങനെ 50 രൂപക്ക് വാങ്ങിയതാണ്. ഈ ഒരു പാക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാക്കിൻ്റെ ഉള്ളിൽ കാണൂലല്ലോ, മറ്റേ ഇങ്ങനത്തെ കവറാണല്ലോ. അപ്പോൾ വിചാരിച്ച് കുഴപ്പമില്ല, എന്നാലും ഒന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ അതിൽ റേറ്റൊക്കെ 185 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓഫറിൽ 59 കിട്ടിയപ്പോൾ അരി ലോക്കൽ ചോദിച്ചാൽ ലോക്കൽ അരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം വെള്ളം ഊറാനും വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ചോറ് വേവിക്കുകയാണ് കേട്ടോ. ചോറ് വേവിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഒരു വെറും 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇന്നൊരു ഞായറാഴ്ച ചെയ്യുന്നത്. അപ്പോൾ ഞായറാഴ്ച മക്കൾ മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി ഒന്നും മോശം കുറിട്ട് പിന്നെ ചടപ്പായിട്ട്, അരി കണ്ടപ്പോൾ പിന്നെ ചടപ്പായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം 2-3 കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൂടിയിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഇതാക്കുന്നത് കുറച്ചൊരു സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഒരു 3/4 കിലോനാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ സ്കിന്നിലുള്ള ചിക്കനൊന്നുമല്ല, സാധാരണ നമ്മൾ ചിക്കൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ചിക്കൻ വാങ്ങിയതിന് ശേഷമാണ് മന്തി വെക്കാമെന്നുള്ളൊരു വിചാരം വന്നത്. അതിനായിട്ട് വാങ്ങിയതൊന്നുമല്ല, ചിക്കൻ വാങ്ങിയപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനൊക്കെ അതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കത്തി എടുത്തിട്ടൊന്ന് കുത്തി, ഫോർക്കോ കത്തി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തിയാൽ മതി കേട്ടോ. ഉള്ളിലേക്കൊക്കെ കായം വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളിയും ചെറിയ ഉള്ളിയല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയത്, പിന്നെ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ള സാധനം കൊണ്ട് ഞാൻ ആക്കിയതാണ് കേട്ടോ. പെട്ടെന്നൊരു മൈൻഡിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ, മാഗി ക്യൂബ് ഇട്ടതിനെ കൊണ്ടിട്ട് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കുരുമുളകിൻ്റെ മണി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ചിടുന്നത് പെരുംജീരകമാണ് ഇടുന്നത്. അതും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് വേറൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ചൊരു കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ ഒരു കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കളറാക്കിയത്. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളക്, 2 പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല കേട്ടോ. പച്ചയിൽ തന്നെ ഇതിലേക്ക് വെച്ചതാണ്. പിന്നെ അത് കുറച്ച് സൺഫ്ലവറും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നിനി വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തണം, അല്ലെങ്കിൽ കത്തി എടുത്തിട്ടോ ഫോർക്ക് എടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ കുത്തണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ഇതാക്കി. പിന്നെ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിതാ വെള്ളം തിളച്ചിട്ടുണ്ട്. നല്ലപോലെ വെള്ളം തിളച്ചിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇടുകയാണ്. പക്ഷേ എന്തായാലും പണി കിട്ടിയിട്ടുണ്ട്. അരി കണ്ടപ്പോൾ ലോക്കലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഓഫറിനൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ബസുമതി കണ്ടിട്ടില്ലേ, മറ്റേ റേഷനരി പച്ചരി ഉണ്ടല്ലോ, സെയിം പച്ചരിൻ്റെ ലുക്കാണുള്ളത് കേട്ടോ. അപ്പോൾ പച്ചരിനൊക്കെ ഇട്ടൊരു ഇതെന്ന് പറയാം, മന്തി എന്ന് പറയാം. അപ്പോൾ അതാ കുറച്ച് പകുതി വേവായതിന് ശേഷം നമ്മൾ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് വേവാവരുത്, പകുതി വേവാകുമ്പോൾ നമ്മളൊന്ന് ഊറ്റിക്കളയാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ നമ്മളെല്ലാം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു സാധനം മറന്നുപോയി, ഉണക്കനാരങ്ങ കേട്ടോ. അതും കൂടി ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണക്കനാരങ്ങ വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കട്ടെ. അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് 2-3 ഗ്രാമ്പും 2 പട്ട ഇട്ടിട്ട് ഒന്ന് ആക്കാം. ഒരു 5 മിനിറ്റ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം.
അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ചിക്കൻ ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഏകദേശം ചിക്കനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഫുള്ളായിട്ടൊന്നും വേവണ്ട കേട്ടോ, കുറച്ചൊന്ന് വേവായാൽ മതി. എന്നിട്ട് നമ്മളിത് എന്തിലാക്കുന്നത് വെച്ചാൽ ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് ആക്കുന്നത് നമ്മൾ ചോറുണ്ടല്ലോ, അപ്പോഴേക്ക് ചോറ് എല്ലാം വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. ഓഫാക്കി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓഫാക്കിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ആ ചോറ് മൊത്തത്തിലിടുക. ഇത്രയേ ഉള്ളൂ പണി മന്തി ഉണ്ടാക്കാൻ, വേറെ ഒന്നുമില്ല. മക്കളൊക്കെ മന്തി എന്ന് പറയുമ്പോൾ ഓല കണ്ണിൽ പൊടി ഇടണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു മന്തി ഉണ്ടാക്കി കൊടുക്കട്ടോ. വീട്ടിലുള്ള സാധനം വേറെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് മന്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും ആ ചിക്കൻ മിക്സ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കട്ടോ. ഇവിടെ മന്തിൻ്റെ പൗഡർ ഇല്ലായിരുന്നു, അപ്പോൾ അത് ഞാൻ മിക്സ് ആക്കിയില്ല. പിന്നെ നമ്മളിത് ചോറിനൊക്കെ ഒരു കളർ കിട്ടണ്ടിട്ട് കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളർ കിട്ടണ്ടിട്ട് മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് അതും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് മന്തിയല്ലേ, അപ്പോൾ 2 പച്ചമുളകൊന്ന് കുത്തിയിടാന്ന് വിചാരിച്ച്. പച്ചമുളക് കുത്തിയിട്ടില്ലെങ്കിൽ എന്ത് മന്തിയില്ലേ. പിന്നെ നമ്മളിത് പുകയ്ക്കൊന്നുമില്ല കേട്ടോ. പച്ചമുളകൊക്കെ ആക്കി വെച്ചിട്ട് വെറും 20 അല്ല 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കട്ടോ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ആയതിന് ശേഷം നമ്മളിത് ചോറ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചോറ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മന്തിൻ്റെ അതേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അരി പറ്റിച്ചളഞ്ഞ്, അരി നമ്മൾ പച്ചരിൻ്റെ അതേ സൈസിൽ അരി പറ്റിച്ചളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ചോറായിരുന്നു. അപ്പോൾ നിങ്ങൾ ബസുമതി അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കാണുമ്പോൾ തന്നെ തോന്നില്ലേ അടിപൊളിയാണ്. അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്താക്കുക, ഈ ഒരു മന്തി റെഡിയാക്കാം. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ട് കാണുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.